ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ് ചെയ്യുന്നത്. പ്രവേശനോത്സവം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം മുതൽ തനിക്കുട്ടിക്ക് സ്കൂൾ ഉണ്ടായിരുന്നു. പക്ഷേ കൺമണിക്കുട്ടി ഇന്നാണ് കേട്ടോ പോകുന്നത്. ഞാൻ തിങ്കളാഴ്ച മുതൽ ക്ലാസ്സിൽ പോയി തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് ഒരു 6:30 ആയപ്പോഴാണ് കേട്ടോ നീച്ചത്. കാരണം ആർക്കും ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ഏട്ടനാണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലോട്ട് വരും. മക്കൾക്കാണെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ ലഞ്ചൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ലീവും കൂടിയല്ലേ, നേരത്തെ നീക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരു 6:30 കഴിഞ്ഞിട്ടാണ് ഞാൻ നീച്ചത്. അപ്പോൾ ഇന്നലത്തെ ഉപ്പേരി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ചൂടാക്കി പാലും തിളപ്പിച്ച് അതിന് കുറച്ച് പാലെടുത്തിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നീർദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ ചായയിൽ മധുരം ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മധുരമൊക്കെ ഒന്ന് കുറച്ച് തുടങ്ങാമെന്ന്. അപ്പോൾ മധുരം ഇടാതെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഏട്ടന് വേണ്ടി മാത്രം കുറച്ച് മധുരം ഇട്ടിട്ട് എടുത്താൽ മതിയല്ലോ. കാരണം ഇപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ചായ ഒന്ന് കുടിക്കണം തോന്നുമ്പോൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. പറ്റ കുറച്ച് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുടിക്കുന്ന സമയത്ത് മധുരം വേണ്ട എന്ന് വിചാരിച്ചേ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ടൻ എന്താ കറിക്ക് മേടിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. കാരണം ഇന്നലെ രാത്രി മഴ ആയതുകൊണ്ടൊന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രാവിലെ മേടിക്കാമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ വേഗം ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് മേടിച്ചിട്ട് വരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നേരെ ആയതുകൊണ്ട് മീനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കറി വെക്കാമല്ലോ വിചാരിച്ചിട്ട് മീനിനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കളെ വിളിക്കാൻ വേണ്ടി പോവുകയാണേ. ഇനിയിപ്പോൾ രാവിലെ നീക്കാന്ന് പറയുന്നത് കുറച്ച് മടിയുള്ള കാര്യമായിരിക്കും. കൺമണിക്കുട്ടിക്ക് പിന്നെ എന്തൊക്കെ മടിയാണെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൃത്യമായിട്ട് അവളത് ചെയ്യും. പക്ഷെ തനിക്കുട്ടി അങ്ങനെയല്ല. തനിക്കുട്ടി കുറച്ച് സ്ലോ ആണ്, ഭയങ്കര വാശിയൊക്കെ ആയിരിക്കും. അപ്പോൾ തനിക്കുട്ടീനെയാണ് ശരിക്കും ഇനിയിപ്പോൾ അടുത്ത വെക്കേഷൻ ആവുന്നത് വരെ ഒരു സോപ്പിൽ കൊണ്ടുനടക്കേണ്ടത്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് ബാക്കി ഫ്ലാസ്കിലേക്കും ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാനിതാ തനിക്കുട്ടീനെ വിളിച്ചു കൊടുന്നേ. ഇനിയിപ്പോൾ കൺമണിക്കുട്ടീനെ വിളിക്കാൻ വേണ്ടി പോവാണ്. കൺമണിക്കുട്ടിക്ക് ഇങ്ങനെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റത്തെ ദിവസം ആയതുകൊണ്ട് പോകാനും നല്ല ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി 2 ദിവസം കഴിയുമ്പോൾ എന്താ സ്ഥിതി എന്നറിയില്ല. അപ്പോൾ പല്ല് തേക്കാൻ പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ തനിക്കുട്ടിക്ക് ഉറങ്ങിയിട്ട് അങ്ങ് മതിയാവുന്നില്ല. അപ്പോൾ കൺമണിക്കുട്ടീനെ പല്ലേക്കാൻ പറഞ്ഞേച്ചപ്പോഴേക്കും നല്ല കുട്ടിയായിട്ട് പോയി. തനിക്കുട്ടീനെ പിന്നെ ഒന്ന് എടുത്ത് കൊഞ്ചിച്ച് സോപ്പ് ഇട്ടിട്ടൊക്കെ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇന്ന് സ്കൂളിൽ പോകുന്നത് വരെ കരച്ചിലായിരിക്കും. തൊട്ടേനും പിടിച്ചതിനൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവരെ പല്ലേക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ട് ഞാനിതാ ബാക്കിയുള്ള ദോശയും കൂടി ചുട്ടേ. ഇനി വേഗം പോയിട്ട് വീടൊക്കെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു. കാരണം ഏട്ടൻ കറിക്ക് കൊണ്ടുവരുന്ന നേരെ വെറുതെ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് വേഗം ഈ കടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നേരെ പായൊക്കെ മടക്കി വീടൊക്കെ അടിച്ച് വൃത്തിയാക്കിയിടാൻ വേണ്ടിയിട്ട് പോയി. അകമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കടി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് മാവൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി താഴെ ഇട്ടിട്ട് ഈ ഡൈനിങ് റൂമും കൂടി ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ടോ.
മുമ്പ് വീഡിയോ കണ്ടവർക്ക് അറിയാം, കിച്ചൺ പണി നടക്കുന്നതുകൊണ്ട് ഡൈനിങ് റൂമിലാണ് നമ്മൾ അടുപ്പൊക്കെ വെച്ചിട്ടുള്ളത്. അങ്ങനെ വെറുതെ ഒന്ന് തട്ടണുള്ളൂ, കാരണം ഇനിയിപ്പോൾ കറിയൊക്കെ കൊടുന്നാൽ കറിയൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ആ മാവിൻ്റെ ഒക്കെ ഒന്ന് മാത്രം തട്ടിയിട്ടിട്ട് വേഗം അവിടെയൊക്കെ അടിച്ചു വാരിയിട്ടോ. അപ്പോഴേക്കും തനിക്കുട്ടിയും കൺമണിക്കുട്ടിയൊക്കെ പല്ല് തേച്ച് വന്നേ. അപ്പോൾ അവർ രണ്ടുപേർക്കും പിന്നെ കറി വേണമെന്നൊന്നുമില്ല, വെറുതെ കടി തിന്നും. നീർദോശയൊക്കെ അവർ വെറുതെ തിന്നലാണ്. അങ്ങനെ അവർ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് ഉപ്പേരിയും കറിയൊക്കെ കിട്ടുമെങ്കിലും ഇതേപോലെ അച്ചാറോ ഉപ്പിലിട്ടതോ എന്തെങ്കിലുമൊക്കെ അവർ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയ ചെറിയ പപ്പടം ഉണ്ടായിരുന്നു, അത് പൊരിച്ചിട്ട് ആക്കി കൊടുത്തേ. അവരൊക്കെ ബാഗിൽ സ്വന്തമായിട്ട് ആക്കാറുണ്ട്. പിന്നെ ഇന്ന് എന്തോ എനിക്ക് ആക്കി കൊടുക്കാൻ തോന്നിയിട്ടോ, കാരണം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടേക്കൊക്കെയോ എനിക്ക് ഒരു ചെറിയൊരിത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒക്കെ ബാഗിൽ വെച്ചരാ പറഞ്ഞേ. അങ്ങനെ എല്ലാം ബാഗിൽ വെച്ച് കൊടുത്ത് കൺമണിക്കുട്ടി ഇതൊക്കെ കൊണ്ടുപോയിട്ട് അകത്ത് വെച്ചിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ മീൻ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഇങ്ങനെ നേരം വൈകുന്ന ദിവസങ്ങളിൽ എളുപ്പക്കറി ആട്ടോ ഉണ്ടാക്കാറ്. മുളക് ഇടൂല ഇവിടെ മീൻ കറിയിൽ, മുളക് പൊടി ഇടുന്നതുകൊണ്ട് തന്നെ എരിവ് അങ്ങനെ ആർക്കും വലിയ താല്പര്യമില്ല. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വാട്ടി വെക്കാനും നേരമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം വെളുത്തുള്ളി അരിഞ്ഞ് അതിലേക്ക് തക്കാളി അരിഞ്ഞിട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് നേരിടും. എന്നിട്ട് ഏത് പുളിയാണ് വെച്ചാൽ ആ പുളിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക കേട്ടോ ചെയ്യാറ്. അമ്മ എങ്ങനെയാണ് കറി വെക്കാറ്, പക്ഷേ അമ്മ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ വെക്കുമ്പോൾ അങ്ങനെയൊന്നും കിട്ടാറില്ല. അങ്ങനെ അത് തിളപ്പിക്കാൻ വേണ്ടി വെക്കണ നേരം വേഗം ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടി പോയി. അപ്പോഴേക്കും തനിക്കുട്ടീൻ്റെ അടുത്തും കൺമണിക്കുട്ടീൻ്റെ അടുത്തും വേഗം കുളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു കുളിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ മീനൊക്കെ നന്നാക്കി വന്നേ. മീനൊക്കെ അതിലേക്ക് ഇട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടോ. ബാക്കി മീനിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും കൂടി തേച്ചിട്ട് മാറ്റി വെച്ച് ഇനി ഉച്ചയ്ക്ക് ഇത് പൊരിക്കുക വിചാരിച്ചേ. അപ്പോൾ അവരെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ സ്വന്തമായിട്ട് മാറ്റിയാണ് കേട്ടോ. ഒരു സമയം വരെ എല്ലാ കാര്യങ്ങളും ഞാനായിരുന്നു ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കൊല്ലം തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും തനിക്കുട്ടി ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു പാതയൊക്കെ ആയപ്പോഴേക്കും ചേച്ചി ചെയ്യുന്ന കണ്ടിട്ട് കൺമണിക്കുട്ടിയും പഠിച്ചിട്ടോ. ഇപ്പം മുടികെട്ടൽ മാത്രമേ എനിക്ക് വരാറുള്ളൂ, ബാക്കി എല്ലാം അവർ ചെയ്യുന്നുണ്ട്. ചില സമയത്തൊരു വിഷമം തോന്നുമെങ്കിലും ഇതൊക്കെ അവരുടെ വളർച്ചേൻ്റെ ഭാഗങ്ങളാണ്. എല്ലാം സ്വന്തം ചെയ്യാനും അവർ പഠിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അപ്പോഴേക്കും കറി മീനൊക്കെ വെന്തേ. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കി വെച്ച് കറിവേപ്പില പറിക്കാൻ പോകാൻ മടിയായിട്ട് ഞാൻ പോയില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം അവരെ മുടിയൊക്കെ കെട്ടാൻ വേണ്ടി ഇരുന്നേ. ഏട്ടന് പണിക്കാരെ കൊണ്ടുവിട്ടിട്ട് ചായ കുടിച്ചോളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേഗം കൺമണിക്കുട്ടിന് മുടി ഇട്ട കേട്ടോ. സാധാരണ തലയിൽ തൊട്ടാൽ കരയാറാണ് പതിവ്. ഇപ്പോൾ ക്യാമറ ഓണാക്കി വെച്ചുകൊണ്ട് തന്നെ വലിയ കരച്ചിലൊന്നുമില്ല. അങ്ങനെ രണ്ടുപേരെ മാറ്റിച്ചപ്പോഴേക്ക് ഏട്ടൻ വന്നേ. ഏട്ടനാണ് ഇന്ന് കൊണ്ടുവിടുന്നത്, കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ കൺമണിക്കുട്ടി അവിടെ എത്തുമ്പോൾ എന്തായാലും കരയുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ഏട്ടനോട് കൊണ്ടാക്കാനാണ് പറഞ്ഞത്. അങ്ങനെ എടുത്ത് വിട്ടത് കുട്ടിയും കൂടി വന്നിട്ടോ. അങ്ങനെ അവർ മൂന്നുപേരും കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബായ്.